ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏറെ സ്നേഹധന്യരായ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ അധ്യായം സൂറത്ത് ദാരിയാത്തിൻ്റെ 55-ാമത്തെ വചനത്തിലൂടെ പറയുന്നു, വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടും. അപ്രകാരം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിൻ്റെ 103-ാമത്തെ വചനത്തിലൂടെ പറയുന്നു, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കുക, ഭിന്നിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ കയറെന്നാൽ പരിശുദ്ധ ഖുർആനാണ് ഉദ്ദേശമെന്ന് കൂടുതൽ മുഫസ്സിരിങ്ങളും പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നു. തന്നെയുമല്ല, ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹിയും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിട്ട കയറാണ് പരിശുദ്ധ ഖുർആൻ എന്ന്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കണമെന്നും ഭിന്നിച്ചു പോകരുതെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാൽ ആ വചനങ്ങൾ നാം ഓതിക്കൊണ്ടിരിക്കുമ്പോഴും നാം അവ നിരന്തരം പാരായണം ചെയ്യുമ്പോഴും നാം ഭിന്നിപ്പിലാണ്, നാം കടുത്ത ഭിന്നിപ്പിലാണ്. ഇവിടെ സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് തുടങ്ങിയ അനേകം പ്രസ്ഥാനങ്ങളും സംഘടനകളും അവയുടെ എല്ലാം അവാന്തര വിഭാഗങ്ങളും ശാഖകളും ശാഖോപശാഖകളും. സഹോദരങ്ങളെ, നാം ഇപ്പറഞ്ഞ എല്ലാവരും പരസ്പരം ഭിന്നിപ്പിലാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ പള്ളികൾ, വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ, വ്യത്യസ്തങ്ങളായ അനുഷ്ഠാനങ്ങൾ, വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ, വ്യത്യസ്തങ്ങളായ സിലബസുകൾ, അങ്ങനെ കണ്ടുകൂടായികയും കൂട്ടുകൂടായികയും സ്റ്റേജുകൾ പങ്കിടാതെയും എവിടെയും വെറുപ്പിൻ്റെ കണികൾ വിതറിക്കൊണ്ട് ഇഷ്ടമില്ലായ്മയോടെ പരസ്പരം ഇകഴ്ത്തിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്റ്റേജുകളും പേജുകളും ഇകഴ്ത്താനും മോശമാക്കാനും ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം കരിവാരി തെച്ചുകൊണ്ട് നാം അങ്ങനെ മുന്നേറുന്നു. നാം ഭിന്നിപ്പിലാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന്. സഹോദരങ്ങളെ, നാം അള്ളാഹുവിൻ്റെ വാക്കുകളെ അവഗണിക്കുകയാണ്. നാം അള്ളാഹുവിൻ്റെ വാക്കുകളെ പരിഗണിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഫ്തർക ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലഹ ഫിന്നാർ ഇല്ലാ വഹദ്. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും, എല്ലാം നരകത്തിലാണ്, ഒന്നൊഴികെ. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, മൻഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ഒരു വിഭാഗം റസൂലല്ലാഹ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബിഹി, ഞാനും എൻ്റെ സഹാബത്ത് നിലകൊള്ളുന്ന ആ മാർഗമാണ് സ്വർഗത്തിലുള്ള മാർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, നാം ആ മാർഗത്തിലാണോ? നാം എല്ലാവരും വ്യത്യസ്തമായ വിശ്വാസത്തിലും വ്യത്യസ്തമായ ചിന്തയിലും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലുമാണ്. എങ്കിൽ നാം എല്ലാം ഒരേ ആശയത്തിലല്ല എന്ന് നമുക്കറിയാം. ഇവിടെ വിരലിലെണ്ണാവുന്നതിലധികം സംഘടനകളും പ്രസ്ഥാനങ്ങളുമുണ്ട്, വിഭാഗങ്ങളുണ്ട്. 73 വിഭാഗമാകും എന്ന് പറഞ്ഞതിൽ കുറേ വിഭാഗങ്ങൾ ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. ആ 73 വിഭാഗത്തിൽ ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ, മറ്റെല്ലാം നരകത്തിലാണെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഇപ്പോൾ നിലവിലുള്ളതിൽ ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ നിന്നും മറ്റ് സംഘടനകളെല്ലാം അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളെല്ലാം നരകത്തിലാണെന്നും നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ സഹോദരങ്ങളെ, ഏത് വിഭാഗമാണ് ഇതിൽ സ്വർഗത്തിലുള്ളത്, ശരിയായ പാതയിലുള്ളത് ഏത് വിഭാഗമാണ്? അതോ ഒരു വിഭാഗവും ഇല്ലേ? ഇതുവരെ ഉണ്ടായതിൽ ഏത് വിഭാഗമാണ് സ്വർഗത്തിലുള്ളത്? നാം ചിന്തിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ വിഭാഗമാണ് സ്വർഗത്തിൽ, എൻ്റെ വിഭാഗമാണ് സ്വർഗത്തിൽ, അല്ല എൻ്റെ വിഭാഗമാണ് സ്വർഗത്തിൽ, അതല്ല ഞങ്ങളുടെ വിഭാഗമാണ് സ്വർഗത്തിൽ എന്ന് പലരും ഉദ്ഘോഷിക്കുന്നു.
അവരുടെ വിഭാഗം സ്വർഗത്തിലല്ല, അവരുടെ വിഭാഗം സ്വർഗത്തിലല്ല എന്നും പലരും പറയുന്നു. എന്നാൽ സത്യത്തിൽ ഏത് വിഭാഗമാണിതിൽ സ്വർഗത്തിൽ എന്ന് ആർക്കാ മനസ്സിലാവുക? എങ്ങനെയാണ് മനസ്സിലാക്കുക? സഹോദരങ്ങളെ, ഞാനും എൻ്റെ ഉമ്മത്തും നിലകൊള്ളുന്ന അതേ പാതയിൽ എന്നാണ് പറഞ്ഞത്. നാം ചിന്തിക്കണം, വെറുതെ അങ്ങ് എൻ്റെ വിഭാഗം അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ അത് സ്വർഗത്തിലാണ്, സ്വർഗത്തിൻ്റെ വിശ്വാസത്തിലാണ്, സ്വർഗത്തിൽ പോകാൻ മാത്രം തക്കതായ വിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അങ്ങ് ജീവിതം തള്ളി നീക്കി മരണപ്പെട്ടു പോയാൽ മതിയോ? യഥാർത്ഥമായ സ്വർഗം നമുക്ക് ലഭിക്കണ്ടേ? സഹോദരങ്ങളെ, പറഞ്ഞങ്ങ് കഴിഞ്ഞാൽ പോരല്ലോ, നമുക്ക് ആ സ്വർഗം ലഭിക്കണ്ടേ? ആ സ്വർഗം ലഭിക്കണമെങ്കിൽ നാം എന്ത് വേണം? അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനെ മുറുകെ പിടിക്കണം. അള്ളാഹു പറഞ്ഞതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, സുന്നത്തുകളെ മുറുകെ പിടിക്കണം. നാം ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പലതരത്തിലും നമ്മുടെ സമയം ചിലവഴിച്ച്, നമ്മുടെ അധ്വാനം ചിലവഴിച്ച്, നമ്മുടെ സമ്പത്ത് ചിലവഴിച്ച് പലതരത്തിലും നാം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് സ്വർഗം ലഭിക്കുവാൻ വേണ്ടി നാം ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ആരാധനകളെല്ലാം 73 വിഭാഗത്തിലെ ഒരു വിഭാഗത്തിൽ പെട്ടതല്ല, 72 വിഭാഗവും നരകത്തിലാകുമ്പോൾ അതിൽ പെട്ടതാണ് എന്ന് നാം പിന്നീട് അറിഞ്ഞാൽ നമ്മുടെ വിഷമം എന്തായിരിക്കും? സഹോദരങ്ങളെ, ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ നാം അത് മനസ്സിലാക്കേണ്ടതല്ലേ? നാം എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? ഇബാദത്തിനുള്ള കർമ്മങ്ങൾക്കുള്ള, വിശ്വാസങ്ങൾക്കുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്ന് നിങ്ങൾക്ക് മാർഗദർശനം വന്നുകൊണ്ടിരിക്കും. ആർ ആ മാർഗദർശനത്തെ പിൻപറ്റുന്നുവോ അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ പേടിക്കേണ്ടി വരില്ല. ആ മാർഗദർശനമാണ് നമുക്ക് ഖുർആനായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ആർ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ചുവോ അവർ മഹത്തായൊരു വിജയമാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട്, അഥവാ ഖുർആനെയും സുന്നത്തിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി കൊണ്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. വഹി കൊണ്ട് സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ അമില അമിലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. എൻ്റെ അമലില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മറ്റൊരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഷറൽ ഉമൂരി മുഹ്ദസാത്തിഹാ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഏറ്റവും മോശമായ കാര്യം പുത്തനാചാരമാണ്, പുതിയതായി വന്നതാണ്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ. അതെല്ലാം ബിദ്അത്തുകളാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, ളലാലത്താണ്. എല്ലാ ളലാലത്തുകളും ഫിന്നാർ, നരകത്തിലേക്കാണ്. സഹോദരങ്ങളെ, നാം എന്താണ് പിൻപറ്റേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി, ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു, നിങ്ങൾ പിഴച്ചു പോവുകയില്ല. മാ തറക്തുക്കും ബിഹിമ മാ തമസ്സക്കും ബിഹിമ, അതിനെ രണ്ടിനെയും മുറുകെ പിടിക്കുന്നവർ. തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്കും ബിഹിമ. ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, ആ 2നെയും മുറുകെ പിടിക്കുന്നവർ പിഴച്ചു പോവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഏതാണ് 2 കാര്യങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നു, കിതാബുല്ലാഹി വസുന്നത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുമാണ്. നാം അവ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. സഹോദരങ്ങളെ, ഒരു എത്തും പിടിയുമില്ലാതെ എന്താണെന്നറിയാതെ നാം ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ
ചേർന്ന് കഴിഞ്ഞ് ആ പ്രസ്ഥാനത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആ പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ അതോട് മുന്നോട്ട് പോകുന്നു. അതല്ല എങ്കിൽ നമ്മുടെ വീട്ടുകാരൊക്കെ ഏതിലായിരുന്നു അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതിനെ അറിയാൻ നാം ശ്രമിക്കുന്നില്ല. നാം ഭൗതിക ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നാം വളരെയധികം ശ്രദ്ധിച്ച് അതിനെ വിലയിരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. എന്തിനിത്ര 50 രൂപയുടെ ഒരു സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ പോലും നാം അതിൻ്റെ ക്വാളിറ്റിയും വില നിലവാരവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ്, അന്വേഷിച്ചതിന് ശേഷമാണ്, മനസ്സിലാക്കിയിട്ടാണ് നാം വാങ്ങുന്നത്. എന്നാൽ ഹും ഫിഹ ഖാലിദൂൻ, നിങ്ങൾ എക്കാലവും അതിൽ ശാശ്വതവാസികളാണ് എന്ന് പറഞ്ഞ ആ നരകത്തിൽ അപതിക്കാതിരിക്കാൻ വേണ്ടി നാം എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. ഭൗതികതയുടെ കാര്യത്തിൽ എല്ലാം നാം ശ്രദ്ധിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. നാം സൈക്കിൾ ഓട്ട് അറിയാത്തവൻ സൈക്കിൾ ഓട്ട് പഠിച്ചു, മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അറിയാത്തവൻ അത് പഠിച്ചു, കാർ ഓടിക്കാൻ അറിയാത്തവൻ അത് പഠിച്ചു, കമ്പ്യൂട്ടർ അറിയാത്തവൻ അത് പഠിച്ചു, മൊബൈൽ യൂസ് ചെയ്യാൻ അറിയാത്തവൻ അത് പഠിച്ചു, എന്നിട്ട് നടക്കാൻ അറിയാത്തവൻ നടക്കാൻ പഠിച്ചു. അങ്ങനെയല്ല നമ്മളെല്ലാവരും നടക്കാൻ തുടങ്ങി. എല്ലാം അറിയാത്തതെല്ലാം നാം പഠിച്ചു. എന്നാൽ ഭൗതിക ജീവിതത്തിൻ്റെ പാരത്രിക ജീവിതത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്കൊന്നും അറിയില്ല. എല്ലാം മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ച് അങ്ങനെ നീങ്ങിപ്പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രായിൻ്റെ 36-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നു, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾ അറിവില്ലാത്തതിൻ്റെ പിന്നാലെ പോകണ്ട. നിങ്ങളുടെ കേൾവി, കാഴ്ച, ചിന്താശക്തി ഇതിനെല്ലാം അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. നമുക്ക് അള്ളാഹു ബുദ്ധി നൽകി. ആ ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി പഠിച്ച് അങ്ങനെയാണ് നാം കാര്യങ്ങൾ അമലുകൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, നാം അന്വേഷിക്കണം. അറിവുള്ളവർ അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി നാം ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോ വിശ്വാസങ്ങളോ ശരിയാണോ എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കേൾവി, കാഴ്ച, ചിന്താശക്തി ഇതിനെക്കുറിച്ചെല്ലാം അല്ലാഹു നാളെ ചോദ്യം ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാഇൻ്റെ 59-ാമത്തെ വചനത്തിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വ അഹ്സനു തഅവീല. സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങളുള്ള ഉമറാക്കളെയും നിങ്ങൾ അനുസരിക്കുക. ഫൈൻ തനാസാത്തും ഫീ ഷൈഇൻ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഭിന്നിപ്പുണ്ടായാൽ, പിണക്കങ്ങളുണ്ടായാൽ, തർക്കങ്ങളുണ്ടായാൽ, ഫറുദ്ദൂഹു, ആ ഭിന്നിച്ച വിഷയത്തെ നിങ്ങൾ മടക്കുക, ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും, അഥവാ ഖുർആനിലേക്കും ഹദീസിലേക്കും. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് നല്ലത്, അതാണ് നിങ്ങൾക്ക് നന്മ. വ അഹ്സനു തഅവീല, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പര്യവസാനവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഏതെങ്കിലും കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ, സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ തർക്കിച്ച് എല്ലാ കാലവും തർക്കിച്ച് ഭിന്നിച്ച് വ്യത്യസ്ത വിഭാഗങ്ങളായി, വ്യത്യസ്ത കക്ഷികളായി, വ്യത്യസ്ത പ്രസ്ഥാനങ്ങളായി തമ്മിൽ ചേരാതെ പോരടിച്ചുകൊണ്ട് തമ്മിൽ ഇകഴ്ത്തി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. പകരം നാം എല്ലാവരും ഒന്നിക്കേണ്ടവരാണ്, ഒന്നിച്ച് ചേരേണ്ടവരാണ്. നാം ഒരേ ഉമ്മത്താണ്. അതുകൊണ്ട് തന്നെ നാം ഭിന്നിച്ച് കഴിയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, നിങ്ങൾ വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ച് പോകരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കുക, ഭിന്നിച്ച് പോകരുത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഭിന്നിച്ച് പോകരുത്. പകരം എന്ത് വേണം? ഭിന്നിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഭിന്നിപ്പുണ്ടെങ്കിൽ, നിങ്ങൾ തർക്കങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ പിണക്കങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വേണ്ടത്? ആദ്യം അല്ലാഹു എന്താ പറഞ്ഞത്?
നിങ്ങൾ അത്തേ ഉള്ളാഹ വ അത്തേ ഉർ റസൂല വ ഉലിൽ അംരിമേക്കും, അത്തേ ഉള്ളാഹ അത്തേ ഉർ റസൂല വ ഉലിൽ അംരിമേക്കും. അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുക, നിങ്ങൾ ഉമറാക്കളെയും നിങ്ങൾ അനുസരിക്കുക. ഫൈൻ തനാസാത്തും ഫീ ഷൈഇൻ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഭിന്നിപ്പുണ്ടെങ്കിൽ അവിടെ പറഞ്ഞത് എന്താ? ഫറുദ്ദൂഹു, ആ ഭിന്നിച്ചുള്ള വിഷയങ്ങൾ നിങ്ങൾ മടക്കുക. എങ്ങോട്ട് മടക്കുക? ഇലല്ലാഹി വ റസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും. അവിടെ ഖുർആനെയും സുന്നത്തിനെയാണ് പറഞ്ഞത്, അവിടെ ഉമറാക്കളെ പറഞ്ഞില്ല. ഏതെങ്കിലും വിഷയത്തിൽ ഭിന്നിപ്പില്ല എന്ന് സാധാരണ രീതിയിൽ പോകുമ്പോൾ നാം അള്ളാഹുവിനെയും റസൂലിനെയും ഉമറാക്കളെയും അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. അനുസരിക്കരുത് എന്നല്ല പറഞ്ഞത്, അനുസരിക്കണം. പണ്ഡിതന്മാരെയും നമ്മുടെ ഉമറാക്കളെയും എല്ലാം നമ്മൾ അനുസരിക്കണം. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അഥവാ നിങ്ങൾ എന്തെങ്കിലും ആ വിഷയത്തിൽ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഭിന്നിപ്പുകൾ, എന്തെങ്കിലും തർക്കങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ, മോമിനുകൾക്കിടയിൽ, സത്യവിശ്വാസികൾക്കിടയിൽ ഉണ്ടെങ്കിൽ ആ ഭിന്നിപ്പിനെ കൂടുതലാക്കിക്കൊണ്ട്, വഷളാക്കിക്കൊണ്ട്, കൂടുതൽ ചേരികളായിക്കൊണ്ട് തിരിയല്ല വേണ്ടത്. പകരം ആ വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിലേക്ക് റസൂലിലേക്കും മടക്കുക. അപ്പോൾ വിഷയം നമുക്ക് അവിടെ തർക്കമില്ലാതെ അവസാനിക്കും. അങ്ങനെയാണ് മുസ്ലിം ജീവിച്ചു പോകേണ്ടത്, അങ്ങനെയാണ് മുഅ്മിൻ ജീവിച്ചു പോകേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 59-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. സഹോദരങ്ങളെ, നാം ഒന്നും മനസ്സിലാക്കാതെ, നാം ഒന്നും പഠിക്കാൻ ശ്രമിക്കാതെ, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, ആ സംഘടന പറഞ്ഞു, ഈ സംഘടന പറഞ്ഞു, ഞാൻ ആ സംഘടനയിലേക്ക് ചേർന്നു, ഈ സംഘടനയിലേക്ക് പറഞ്ഞു, ആ സംഘടന മോശമാണ്, ഈ സംഘടന നല്ലതാണ്, ഈ സംഘടന മോശമാണ്, ആ സംഘടന ഇങ്ങനെ പറഞ്ഞ് നാം കാലം കഴിക്കുകയാണ്. നാം അങ്ങനെ മരണപ്പെട്ടു പോവുകയാണ്. നാം ഈ 72 വിഭാഗത്തിലാണ്. 72 വിഭാഗം പറഞ്ഞില്ലേ, ഒരു വിഭാഗം സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ആ 72 വിഭാഗത്തിലാണ് നാം ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ നമ്മുടെ കാര്യം മഹാകഷ്ടമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. സഹോദരങ്ങളെ, നാവ് കൊണ്ട് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് 72 വിഭാഗവും നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലാണ്. തീർച്ചയായും നാം സ്വർഗം ലഭിക്കുവാൻ വേണ്ടി എത്രയെല്ലാം നമ്മൾ കഷ്ടപ്പെട്ടിട്ടും അത് കിട്ടാതെ പോകാൻ പാടില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 34-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി ലാ യഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിലി വയസ്തൂന അൻ സബീലില്ലാഹ്. അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, യാ സത്യവിശ്വാസികളെ, വിശ്വസിച്ചവരെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി, ഇന്ന കസീറൻ, തീർച്ചയായിട്ടും കൂടുതൽ പേര്, പണ്ഡിതന്മാരെന്നും പുരോഹിതന്മാരെന്നും കൂടുതൽ പേര്, കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി, പണ്ഡിതന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ ധാരാളം പേര്, ലാ യഅകുലൂന, തീർച്ചയായിട്ടും ഭക്ഷിക്കുക തന്നെ ചെയ്യുന്നു, ലാ യഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സ്വത്ത്, ബിൽ ബാത്തിൽ അന്യായമായിക്കൊണ്ട് ജനങ്ങളുടെ മുതൽ ഭക്ഷിക്കുന്നു. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇത് ഏത് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഏത് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരാവാം, സുന്നി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരാവാം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരാവാം, അതിൽ തന്നെ അവാന്തര വിഭാഗങ്ങളുണ്ട്, അവരുടെ പണ്ഡിതന്മാരാവാം, ഒന്നും നമുക്കറിയില്ല. അതൊക്കെ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. കുറച്ച് പണ്ഡിതന്മാരെന്നല്ല, കൂടുതൽ പണ്ഡിതന്മാരും അങ്ങനെ എന്നാ പറയുക. ഇന്ന് എല്ലാവരെയും നാം സംശയദൃഷ്ടിയോടെ കാണുകയാണോ വേണ്ടത്? അതല്ല. നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം, പഠിക്കാൻ ശ്രമിക്കണം, ഖുർആനെ പഠിക്കാൻ ശ്രമിക്കണം, ഹദീസിനെ പഠിക്കാൻ ശ്രമിക്കണം, കാര്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. ഒരു വിഭാഗത്തോട് ചോദിച്ച് കിട്ടിയ ഉത്തരം മറുവിഭാഗത്തോട് കിട്ടിയ ഉത്തരം നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ച നാം തീർച്ചയായിട്ടും, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നാം തീർച്ചയായിട്ടും ഇബാദത്ത് ഏത് രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യേണ്ടതാണ് സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിങ്ങൾക്ക് ഉറപ്പാകുന്ന ആ സമയം വരെ, നിങ്ങളുടെ മരണമാകുന്ന ആ സമയം വരെ നിങ്ങൾ ഇബാദത്ത് ചെയ്തോ. മരണമാകുന്ന ആ സമയം, മരണം വന്നെത്തുന്നതുവരെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, നാം കാര്യങ്ങളെ മനസ്സിലാക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ഏറ്റവും ശരിയായതിലേക്ക് നാം നീങ്ങുകയും വേണം. ഏത് പ്രസ്ഥാനത്തിലായാലും കുഴപ്പമില്ല, സുന്നി ആയാലും മുജാഹിദായാലും AP ആയാലും EK ആയാലും ഏതായി, അതല്ല വിശുദ്ധമായാലും
KNM ആയാലും അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ജമാഅത്താണോ അതൊന്നല്ല പ്രശ്നം. വിഷയം പ്രസ്ഥാനത്തിന് എന്ത് പേരിട്ടു എന്നുള്ളതല്ല. പകരം നാം ഏത് പ്രസ്ഥാനമായാലും ശരി ഖുർആനിലേക്ക് നാം അടുത്തു വരണം. ഖുർആൻ, സ്വഹീഹ ഹദീസ്. ഈ ഖുർആനിലേക്ക് കുറച്ചു ദൂരം മാത്രം ഉള്ളവർ കൂടുതൽ അടുത്ത് അതിനോട് യോജിക്കണം. കുറച്ചുകൂടെ കൂടുതൽ ദൂരമുള്ളവർ കൂടുതൽ അടുത്ത് അതിനോട് യോജിക്കണം. അതിനേക്കാൾ കൂടുതൽ ദൂരം ഖുർആനും ഹദീസിൽ നിന്നുള്ളവർ അതിനോട് കൂടുതൽ അടുത്ത് അതിലേക്ക് യോജിക്കണം. അങ്ങനെ എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ വിഭാഗങ്ങളും, എല്ലാ സംഘടനകളും, എല്ലാ ഫിർക്കകളും 72 വിഭാഗം എന്ന് പറഞ്ഞാൽ എത്ര വിഭാഗം ഇപ്പോൾ ആയിട്ടുണ്ട്. എല്ലാവരും അത് സുന്നി ആയാലും മുജാഹിദായാലും എത്രമാത്രം അവർ അകന്നു നിൽക്കുന്നു അതിലേക്ക് അടുത്ത് വന്ന്, ഈ ഖുർആനിലേക്ക് അടുത്ത് വന്ന്, സ്വഹീഹായ ഹദീസിലേക്ക് അടുത്ത് വന്ന് നാം അങ്ങനെ അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായും നാം ഒരേ വിശ്വാസത്തിലാവും, ഒരേ ചിന്താഗതിയിലാവും, ഒരേ ആശയത്തിലാവും, ഒരേ സിലബസ് നമുക്ക് ആവശ്യം വരും, ഒരേ മദ്രസകൾ നമുക്ക് മതിയാവും. ആ രൂപത്തിൽ സന്തോഷത്തോടു കൂടി ഭിന്നിപ്പുകളില്ലാതെ നമുക്ക് കഴിയാൻ സാധിക്കും. നമുക്ക് ഹദീസ് നിദാന ശാസ്ത്രം എന്നൊരു ശാസ്ത്രമുണ്ട്. മുൻകാല ഹദീസിൻ്റെ പണ്ഡിതന്മാർ നമുക്കത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിന് ഹദീസുകളെ സ്വഹീഹ്, മൗലൂഹ്, ലൈഫ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. മൗലൂഹായ ഹദീസുകളും ലൈഫായ ഹദീസുകളും മാറ്റിവെച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റാവികൾ ശരിയല്ലാത്ത, അതല്ലെങ്കിൽ കള്ളന്മാരും വഞ്ചകന്മാരും ചതിയന്മാരും നുണ പറയുന്നവരും അത്തരത്തിൽ റാവിയായി സ്വീകരിക്കാൻ കഴിയാത്തവർ ഉള്ളതിനെ മാറ്റിവെച്ചുകൊണ്ട്, അതുപോലെ തികച്ചും കള്ള ഹദീസുകളെയും മാറ്റിവെച്ചുകൊണ്ട് ശുദ്ധമായ നല്ല ഹദീസുകളെ സ്വഹീഹ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുഹദ്ദിസുകൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ ഹദീസുകളെ അനുധാവനം ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ അവഗണിക്കാതെ നാം ജീവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നാം ഏറ്റവും നല്ല സത്യപാതയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നാം ഒന്നായിത്തീരും. അപ്പോൾ നാം ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടുക്കുമ്പോൾ ഓരോ വിഭാഗങ്ങളും അങ്ങനെ ഖുർആനിലേക്കും സുന്നത്തുകളിലേക്കും വന്നു ചേരുമ്പോൾ നാം എല്ലാവരും ഒന്നായിത്തീരും. നമ്മുടെ മനസ്സൊന്നായിത്തീരും. നമ്മുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും കർമ്മവും നമ്മുടെ സിലബസുകളും മദ്രസകളും എല്ലാം ഒന്നായിത്തീരും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വിഭജനങ്ങളില്ലാത്ത, ഭിന്നിപ്പുകളില്ലാത്ത ഒരു സമുദായമായി, ഒരു ഉമ്മത്തായി നാം മാറും. 72 വിഭാഗം 73 വിഭാഗം എന്നുള്ളതിലെ ഒരു വിഭാഗമായി തിരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. 72 വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലെന്ന് പറഞ്ഞാൽ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങൾ. നാം ഇന്നത്തെ ഈ ഇന്ത്യയുടെ അവസ്ഥ, സമകാലിക അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. നാം ഭിന്നിച്ച് നിന്നുകൂടാ. നാം ഭിന്നിച്ച് നിൽക്കേണ്ടവരല്ല. നാം കുറേ ഈർക്കിളുകൾ ചേർന്ന് ഒരു ചൂലുണ്ടാകുന്നു. ആ ചൂലിനെ നമുക്ക് പിടിച്ചൊടിക്കുക സാധ്യമല്ല. എന്നാൽ ചൂലിൽ നിന്ന് പൊട്ടി വീണ ഈർക്കിളുകൾ, ആ ഈർക്കിളുകൾ ചെറിയ ചെറിയ ഗണങ്ങളായി തീർന്നാൽ ആ ഈർക്കിളുകളെ നിഷ്പ്രയാസം ഒടിച്ച് മാറ്റുവാൻ കഴിയും. അങ്ങനെ ഒടിച്ചു മാറ്റാൻ സാധിക്കുന്ന തരത്തിൽ വളരെ ബലം കുറഞ്ഞ ഈർക്കിളിക്കൂട്ടങ്ങളായി നാം നിൽക്കരുത്. എല്ലാം ഒത്തുചേർന്ന ഒരു ചൂലിൻ്റെ കെട്ട് പോലെ എന്നർത്ഥം. നാം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒടിക്കാൻ കഴിയാത്ത തരത്തിൽ ശക്തരായി നാം ഉണ്ടാവണം. ആരെയും പ്രതിരോധിക്കാനോ ആരെയും പ്രതികരിക്കാനോ പ്രതികാരം തീർക്കാനോ അല്ല. പകരം നാം ഒന്നിക്കണം നമുക്ക് വേണ്ടി. ഇന്നത്തെ ഭൗതിക സാഹചര്യവും അതാണ് ചെയ്യേണ്ടത്. നാളെ പാരത്രിക ജീവിതത്തിൽ സന്തോഷപ്രദമായ ആനന്ദദായകമായ സ്വർഗ്ഗലോകം കരസ്ഥമാക്കുവാനും നമുക്ക് അതാണ് വേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വതസ്മു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ച് നാം ഏകോദര സഹോദരങ്ങളായി ഭിന്നിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് മാറ്റിവെക്കാൻ നാം മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ നാം മനസ്സിൽ നിന്ന് മാറിപ്പോകില്ല. പകരം നാം എങ്ങനെയാണ് മാറിപ്പോവുക? ഒരേ ആശയത്തിലായി മാറണം, ഒരേ ചിന്താഗതിയിലായി മാറണം, ഒരേ വിശ്വാസത്തിലായി മാറണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിഭാഗീയതയും ധ്രുവീകരണവും ഒഴിവായി മാറും. പകരം നാം ഒരേ ആശയത്തിലുള്ള ഉമ്മത്തായി മാറും. ഫിർക്കകളില്ലാത്ത, വ്യത്യസ്തങ്ങളായ വിദ്വേഷങ്ങളില്ലാത്ത, വ്യത്യസ്തങ്ങളായ ചിന്തകളില്ലാത്ത, ആരോടും വെറുപ്പുകളോ വിദ്വേഷങ്ങളോ ഇല്ലാത്ത ഒരു ഉമ്മത്തായി, വിഭാഗീയതയില്ലാത്ത, ഒരു വിഭാഗത്തിൽ മാത്രം പെട്ട 73 വിഭാഗത്തിലെ 72 വിഭാഗത്തെക്കുറിച്ച് നാം ചിന്തിക്കാതെ
ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങി ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി ഏറ്റവും സംശുദ്ധമായ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വിഭാവനം ചെയ്ത ആ സത്യദീനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങൾ നാം എല്ലാവരും ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാനിത് സംസാരിച്ചത്. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്നും തിരുത്തേണ്ടതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തണമെന്നും വിനീതനായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.